ഓക്കെ അല്ലേ? എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനയ്. ഞാനിന്ന് വന്നിരിക്കുന്നത് മുഹമ്മയിലാണ്. മുഹമ്മയില് മുസ്ലിം പള്ളി കെട്ടിടത്തിലാണ്. ഇവിടെ ഒരു സമൂസ കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പൊ ഞാൻ ചേട്ടനോട് ചോദിച്ചത് ഒന്ന് വീഡിയോ ചെയ്തോട്ടേന്ന് ചോദിച്ചു. അങ്ങനെ വീഡിയോ ചോദിച്ചാണ്. അപ്പൊ ആ സമൂസയുടെ ഒരു സമൂസ എടുക്കുന്നു. ആ സമൂസയുടെ പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. കണ്ടാ? ആരും കാണാത്തൊരു സാധനം. നല്ല തിക്കായിട്ടുള്ള മസാല വെച്ച് സെറ്റ് ചെയ്ത സാധനം. ഇത് മറ്റേ ഈ സാധനം നമ്മള് ഫോയിൽ മേടിച്ചിട്ട് അതിൽ ഉണ്ടാക്കുന്നൊന്നുമില്ല. ഇവര് തന്നെ ഉണ്ടാക്കുന്ന ഇതില് ഇവര് തന്നെ നല്ല രീതിയിൽ മാവൊക്കെ ഉണ്ടാക്കി മസാലയൊക്കെ സെറ്റാക്കി ഉണ്ടാക്കുന്നു. ഇവിടെ പിന്നെ ചായ ഇല്ല കേട്ടോ, ചുക്കാപ്പി ഉള്ളൂ. മൂന്നര. ഓക്കെ. ചപ്പാത്തി മേടിക്കുന്നതാണ്. പിന്നെ ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, പെരിഞ്ജീരകം ഇട്ടു. അതിനകത്ത് ഉള്ളി വെളുത്തുള്ളി പേസ്റ്റിട്ട് പച്ചമുളക് ഇട്ട് അത് വളർന്നു വരുമ്പോഴത്തേനും ക്യാരറ്റ് കട്ട് ചെയ്ത് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് അതിനകത്ത് ഇട്ടിട്ട് ചെറുതീയെ വേവിച്ച് അത് തന്നെ വെന്ത് പോവുകയില്ല വേകാതെ. അപ്പം അതിനുള്ളിൽ ഇത് ഗ്രീൻ പീസ് വേവിച്ച് വിറയും ചേർക്കും. എന്നിട്ട് ഇതെല്ലാം കൂടി വേവിച്ച് ഇതിനകത്ത് കരിയാപ്പിലിടും. ഇത് തട്ടിപ്പൊത്തി വെച്ച് മുന്നോട്ട് വേവിച്ച് കുരുമുളക്, പെരുംജീരകപ്പൊടി, ശകലമുളക് പൊടി ഇത്രയും ഇട്ട് സെറ്റാക്കി വെക്കും. വെന്ത് ഉപ്പിട്ട് മഞ്ഞപ്പൊടി ഇടും. വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ ചേരുവെന്ന് പറഞ്ഞാൽ മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞ ഇങ്ങോട്ട് വാ. മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞേർക്കും. അരിഞ്ഞേർത്ത് അത് വെന്ത് പോകാതെ ഒന്ന് ഇട്ട് യോജിപ്പിച്ച് അന്നേരം സ്റ്റവ് നിർത്തും. അപ്പൊ ഞാൻ ഈ സമൂസ കഴിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ആദ്യം ഇപ്പൊ എല്ലാരും മറ്റേ ഫോയിൽ വെച്ചിട്ട് എന്തെങ്കിലും ചെറിയ മസാല സവാള അഴിച്ച് ഒക്കെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഇതൊക്കെ ഈ ഒരു നല്ല രീതിയിൽ മസാല ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ സമൂസ ഉണ്ടാക്കുന്നത് കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള ഇതിപ്പോ നമ്മളതിൽ മിസ്സായിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള നല്ല സമൂസയാണ്. ഇപ്പൊ ടീച്ചറെ കഴിച്ചപ്പോ എനിക്ക് അതാ തോന്നിയത്. അതാണ് അവരുടെ വീഡിയോ ചെയ്താൽ കൊള്ളാന്ന് എനിക്ക് തോന്നിയതാണ്. അപ്പൊ അങ്ങനെയാണ് തോന്നുന്നത്. ഇവിടെ ഞങ്ങൾ ഒരു സാധനവും ഞങ്ങൾ ആക്കുന്നില്ല. ഉണ്ണിയപ്പം ഇവിടെ ഉണ്ടാക്കുവാണ്. പിന്നെ കിഴങ്ങ് മസാല അതിവിടെ ഉണ്ടാക്കുന്നതാണ്. പരിപ്പുവട, ഉഴുന്നുവട, ഏത്തക്കാപ്പം, ഉള്ളിവട, മുളക് ബജി, മുട്ട ബജി ഇതെല്ലാം നമ്മൾ ഒരു സാധനം എടുക്കുന്നില്ല. മസാലയില് ഗ്രീൻ പീസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടായിരുന്നു. പിന്നെ പരിപ്പുവട, പഴംപൊരി, ഉഴുന്നുവട. ഉഴുന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഉഴുന്നോടെ ഉഴുന്ന് മേടിച്ച് ആദ്യപ്പടി അതിനകത്ത് ഒരു കൂട്ടിച്ചേരില്ല. ഉഴുന്ന് വെള്ളത്തിട്ട് അരച്ചെടുക്കുക. അത്ര അല്ലാതെ കൂട്ട സാധനമാണ്. കാരണം ഞങ്ങളിവിടെ ഉണ്ടാക്കുന്ന സാധനം ഇത് ചെയ്യുന്നുണ്ട്. 9 മാസമായിരുന്നു. പിന്നെ പുള്ളിക്ക് കോട്ടയത്ത് കച്ചവടമായിരുന്നു. കോട്ടയത്ത് നിന്ന് പുള്ളിക്ക് കാല സർട്ടിഫിക്കറ്റ് അടിച്ച് പഴുപ്പ് വിലക്ക് കയറി പന്തളത്ത് പോകുമ്പോന്ന് വിൽക്കണമെന്ന് പറഞ്ഞു. എന്നാലും ഒരു പേരൻ്റെ ഇത്രയും പോയി. അത് കഴിഞ്ഞ് വീട്ടിൽ ചികിത്സ ഇരിക്കാൻ തന്നെ എനിക്കൊരു പട്ടിയോടെ അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങളുടെ മോനുണ്ട്. മോളൊക്കെ ചെയ്ത് 10-13 വർഷമായി. അപ്പൊ അവന് ഒറ്റയ്ക്ക് ഒരാളാണ് കാര്യങ്ങളെല്ലാം ചെയ്തോണ്ടിരുന്നത്. ഞങ്ങള് എന്തെങ്കിലും വീട്ടാൻ പറ്റിയായിരുന്നു. കാരണം അവനൊരു സഹായം. ഞങ്ങൾ രാവിലെ ഒരു 10:30 ഒരു പ്രശ്നം എല്ലാം ചെയ്യുന്നത്. സ്ഥലം ഞങ്ങളത് ആര്യക്കര അമ്പലത്തിന് പുറകുവശം. ഇത് ആലപ്പുഴയിൽ ഇല്ലാത്ത ആൾക്കാർ കാണാൻ പറ്റും. അപ്പൊ അവർക്ക് മനസ്സിലാകുന്നത് പറഞ്ഞു കൊടുക്കും. ഇതിപ്പം നമ്മുടെ ഈ കട പറയാനല്ലേ. കട എവിടെയാണ്? മുഹമ്മ ജംഗ്ഷന്. ആലപ്പുഴ ഇല്ല, മുഹമ്മ ഇതിന്റെ മുഹമ്മ പള്ളിക്ക് പടിഞ്ഞാറ് വഴി. അതായത് ഓപ്പോസിറ്റ് മഹാലക്ഷ്മി ഇലക്ട്രിക് കേസ് അല്ലേ പറഞ്ഞൊരു വലിയൊരു കടയുണ്ട്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചെറിയൊരു കടയാണ്. ബജിക്കട എന്ന പേര്.
ബജ്ജിക്കടയിൽ ബജിക്കട എന്ന് പറയും. അപ്പൊ ഇത് എന്തിനു അരച്ചു വെച്ചിരിക്കുന്നത്? അത് മാവ് കടലമാവ് കടലമാവ്. വെച്ചിട്ട് മുട്ട വെള്ളിക്കും മുട്ട വെക്കുള്ള കടലമാവ് അതിനുള്ളത് ഞങ്ങൾ ഉണ്ടാക്കും. ഉണ്ടാക്കും. അപ്പൊ എത്ര മണിയായിട്ട് കട നടക്കണം? ഞങ്ങൾ ഒരു 10:30 ആകുമ്പം വരും. 10:30 വരും. വൈകിട്ട് ഒരു 7 മണി വരെ ഇവിടെ കച്ചവടം ഉള്ളൂ. അതാണ് ഇവരെ കൂടെ ഇരുന്നാലും നമ്മൾ 7 മണി ഇച്ചിരി മിച്ചം വന്നാലും അത് പോവുകയില്ല. ഞങ്ങൾ പിന്നെ പോകുന്ന വഴിക്കാട്ടെങ്കിലും ഇതുവരെ ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ വീഡിയോ കാണിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വന്ന് കഴിച്ചെന്നിരിക്കും അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാ, മോശമാണെന്ന് മോശമാണെന്ന് പറയാ. അപ്പൊ ഞാൻ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങളൊരു വീഡിയോ കണ്ടിട്ട് നല്ലതാണെന്ന് പറയരുത്. എനിക്ക് എന്തെങ്കിലും കുറ്റവും കുറവുകളും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരോട് പറഞ്ഞു. അവരങ്ങനെ ഇത് ഞാൻ ഉണ്ടാക്കുന്ന എല്ലാം നല്ലതാണെന്ന് പറയുന്ന ആൾക്കാരല്ല ഇവര്. അപ്പൊ മാക്സിമം ഇങ്ങനെയുള്ള ആൾക്കാരെ മാക്സിമം സപ്പോർട്ട്. ചേട്ടാ ഒന്ന് വന്നേട്ടാ, ചേട്ടനെ കൂടെ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എൻഡ് ചെയ്യാം. ക്ലൈമാക്സിലോട്ട് വരാം. എവിടെ പോണ്? ഇതാണ് ചേട്ടനും ചേച്ചി. അപ്പൊ ഇവിടെയാണ് കട. വരുമ്പോ 9 മാസമായിട്ട് ഇവര് രണ്ടുപേരും സ്ട്രഗിൾ ചെയ്ത് ചെയ്യുന്ന കടയാണ്. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും മുഹമ്മദ് വഴി പോവാണെങ്കിൽ, അതായത് ജംഗ്ഷൻ സകല പടിഞ്ഞോട്ട് പോകുമ്പോൾ മുസ്ലിം കെട്ടിടോട്ട് പള്ളി മുസ്ലിം പള്ളിയെ തൊട്ട് പറ്റേ അവരുടെ ആ കെട്ടിടത്തോട് ചേർന്ന കടയായിരുന്നു. അവിടെ ഒരു മഹാലക്ഷ്മി ഇലക്ട്രിക് കട. ഇപ്പൊ പരിപ്പുവട, ഉഴുന്നുവട, ബജി, മുട്ട ബജി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ഉള്ളിവട. അപ്പൊ സോഡാപ്പൊടിയൊന്നും ഇടാത്ത, ബേക്കിംഗ് സോഡയൊന്നും ഇല്ലാത്ത നല്ല ആഹാരം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റും. അപ്പൊ വരുന്നവര് വന്ന് കഴിക്കുക. 3:30 ശേഷം ചായ ഉള്ളൂ, അത് പ്രത്യേകം പറയാം. അതായത് അഡ്ജസ്റ്റ് ചെയ്യണം. ശരിയാ, ട്രൈ ചെയ്യുക. എങ്ങനെയുണ്ടെന്ന് തുറന്നടിച്ച് പറയുക. ഇപ്പൊ കുറവുണ്ടെങ്കിൽ കുറവുണ്ടെന്ന് തന്നെ പറയാം. എന്നാലേ ഇവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളല്ലോ, അല്ലെ? ഒരു കുഴപ്പമില്ലല്ലോ പറയുന്നു. ഒരു കുഴപ്പമില്ല. അപ്പൊ വരുന്നവര് ഒന്ന് മാക്സിമം വരുന്നവര് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു. ഒത്തിരി പേര്